നമസ്കാരം. മറ്റൊരു വാർത്തയുമായി വീണ്ടും പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തുകയാണ്. അഭിമാന മുഹൂർത്തമാണിന്ന്. വളരെ സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തത്തിലാണ് ഇന്ന് ഈ വാർത്ത പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഒരു ട്രേഡ് യൂണിയൻ അത് എങ്ങനെയാകണം, ഏത് രീതിയിലാകണം പ്രവർത്തനം, അതിൽ ജോലി ചെയ്യുന്ന അംഗങ്ങളോട് എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കേണ്ടത്, ഇത് കൃത്യമായി മാതൃക കാണിച്ചിരിക്കുകയാണ് ഫെപ്ക എന്നൊരു സംഘടന. ഓരോ അംഗങ്ങൾക്കും വേണ്ട ജീവൻ രക്ഷയാണല്ലോ ഇൻഷുറൻസ് പദ്ധതി. ഇത് ഫെപ്ക തന്നെ മുൻകൈയെടുത്ത് ഫെപ്കയിൽ നിന്ന് തന്നെ ഫണ്ട് സ്വരൂപിച്ച് ഇത്തരമൊരു പദ്ധതിക്ക് ഇന്ന് തിരിതെളിഞ്ഞിരിക്കുകയാണ്. കടവന്തറയിലെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു ഈ ഫംഗ്ഷൻ. അവിടെ നമ്മൾ എത്തുമ്പോൾ വലിയ രീതിയിലുള്ള ക്രൗഡാണ് അനുഭവപ്പെട്ടത്. കേരളത്തിലെ എല്ലാ ഷൂട്ടിങ്ങുകളും നിർത്തിവെച്ച് എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു ഒഴുക്ക് അത്ഭുതപ്പെടുത്തി. ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു 5000 പേര് അല്ലെങ്കിൽ 4000 പേര്, അതൊന്നുമല്ല, അതിനപ്പുറത്തേക്ക് ആളുകൾ 9 മണി മുതൽ ഒഴുകിയെത്തി രജിസ്ട്രേഷൻ നടത്തുന്ന കാഴ്ച നമ്മളുടെ മനസ്സലിയിക്കുന്നതാണ്. കാരണം അത്രമാത്രം ഈ യൂണിയനിൽ വിശ്വാസം അർപ്പിക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണിത്. പിന്നീട് അംഗങ്ങൾ ഒന്നൊന്നായി ഉള്ളിലേക്കുള്ള പ്രവേശനം. 11 മണിയോടുകൂടി ഔപചാരികമായ പരിപാടിയിലേക്കാണ് ഫെപ്ക കിടന്നത്. ഫെപ്കയുടെ നേതൃത്വത്തിൽ വലിയ ഒരു സംഗമം എന്ന നിലയിലേക്ക് തന്നെ തിരിതെളിയിക്കണം എന്ന് തന്നെയായിരുന്നു അവർ ഉദ്ദേശിച്ചത്. എന്തായാലും അത് വലിയ രീതിയിലുള്ള ഒരു മനസ്സലിയിക്കുന്ന ഒരു കാഴ്ച എന്ന് വേണം പറയാൻ. കാരണം ഒരു ഇത്തരം പരിപാടിയിലേക്കൊക്കെ തിരിതെളിയിക്കുമ്പോൾ ഒരു മന്ത്രിമാരുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഈ സംഘടനയിലെ തലപ്പത്തുള്ളവരുടെ സാന്നിധ്യമൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് നടന്നു കണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്നും വേറിട്ട നിലയിലായിരുന്നു ആ ഭദ്രദീപം തെളിയിക്കുന്നത്. അതും അവിടെ കൂടിയ എല്ലാവരുടെയും മനസ്സിൽ സന്തോഷവും ഇരു കൈ നീട്ടി തന്നെയാണ് അവർ സ്വീകരിച്ച് ആ കാഴ്ചയിലേക്ക്. പിന്നീട് ഒരു സ്വാഗതഗാനം അല്ലെങ്കിൽ ആശംസാഗാനം എന്ന് പറയാം. ഫെപ്കയിലെ മ്യൂസിക് ഡയറക്ടർമാർ ഒന്നു ചേർന്ന് സ്റ്റേജിൽ ആടിപ്പാടി തിമിർത്തപ്പോൾ ആവേശക്കടലായി. ഈ സമയത്തൊക്കെ പുറത്തും വലിയ തിരക്കാണ്, അകത്തും വലിയ തിരക്കാണ്. നമ്മൾ നോക്കുമ്പോൾ ഞാൻ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഇത്രമാത്രം ക്രൗഡ് വീണ്ടും പുറത്തും നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രമാത്രം ആളുകളെ കൊണ്ട് നിറഞ്ഞ ഒരു സദസ്സായിരുന്നു ഇന്ന് ഫെപ്കയുടെ സദസ്സ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നീട് താരരാജാവെന്ന് പറയാവുന്ന പ്രിയപ്പെട്ട മോഹൻലാൽ പിന്നീട് ഒരേ താരങ്ങളായി എത്തുന്ന കാഴ്ചയാണ്. മോഹൻലാലാണ് ഏറ്റവും ആദ്യം എത്തിയത്. പിന്നീട് എല്ലാ താരങ്ങളും എത്തി. നമുക്ക് പേരെടുത്ത് പറയാൻ ആരെങ്കിലും വിട്ടുപോയാൽ പ്രശ്നമാവുമല്ലോ എന്നോർത്ത് മാത്രം പേരെടുത്ത് പറയുന്നില്ല. മലയാള സിനിമയിൽ അറിയപ്പെടുന്ന താരങ്ങളെല്ലാവരും നിറസാന്നിധ്യം, ഓരോ തൊഴിലാളികൾക്കും ആവേശം പകർന്നു. കാരണം ഇവരെന്നും പല ലൊക്കേഷനിൽ വെച്ച് കാണുന്നുണ്ടെങ്കിലും ഇവരുടെ പരിപാടിക്ക് ഇവരെത്തിയപ്പോൾ ഇവർക്കൊരു ആവേശമായിരുന്നു. ഫെപ്കയുടെ നെടുംതൂണെന്ന് പറയാം ബി ഉണ്ണികൃഷ്ണൻ. അത്രമാത്രം പരിശ്രമങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഫെപ്ക ഉണ്ടായ കാലം മുതൽ തന്നെ വലിയ പരിശ്രമം നടത്തിയ ഒരു വ്യക്തിയാണ് ബി ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ്റെ ഒരു പ്രസംഗം എല്ലാവരെയും കൃത്യമായി ഫെപ്കയുടെ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോകുന്ന നിലയിൽ തന്നെയായിരുന്നു. എല്ലാ കാര്യങ്ങളും ഓർത്തെടുത്ത് ട്രേഡ് യൂണിയൻ ഉണ്ടായ കാലം തൊട്ട് ഇന്നലെ വരെയുള്ള അല്ലെങ്കിൽ ഇന്ന് വരെയുള്ള ചരിത്രം വ്യക്തമാക്കി പറഞ്ഞുകൊണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ്റെ പ്രസംഗം. ഉണ്ണികൃഷ്ണൻ ഒരു കാര്യം പറയാൻ
മറന്നുമില്ല എന്ന് പറയണം. കോവിഡ് സമയത്ത് ആരൊക്കെ സഹായിച്ചു? മോഹൻലാൽ പേരെടുത്ത് പറഞ്ഞു, അങ്ങനെ പേരെടുത്ത് ടോവിനോ ഒത്തിരി പേരുടെ പേരെടുത്ത് പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞു, എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ആ കോവിഡ് സമയത്ത് തൊഴിലാളികൾക്ക് ഒരു ബുദ്ധിമുട്ടുമുണ്ടാകാതെ സഹകരിച്ച വ്യക്തികളുടെ പേരെടുത്ത് തന്നെ പറഞ്ഞുകൊണ്ട് ആ കാര്യം ഓർത്തെടുത്തു. അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളുമായി ഈ കരാർ ഒപ്പിടുന്ന കാര്യം വരെ ഓർത്തെടുത്തുകൊണ്ടായിരുന്നു ബി ഉണ്ണികൃഷ്ണ പ്രസംഗം. പിന്നീട് പറഞ്ഞ ഏറ്റവും വലിയ ഒരു പ്രസംഗത്തിലെ ഏറ്റവും വലിയ വാചകം നമ്മൾ ഏറ്റെടുക്കേണ്ടതായി വരും. ഒളിയമ്പാണ് ബി ഉണ്ണികൃഷ്ണൻ WCCക്കെതിരെ. അത് കൃത്യമായിട്ട് അറിയാം. കാരണം സ്ത്രീ സാന്നിധ്യം ഇല്ല എന്നും സ്ത്രീ വിരുദ്ധരാണ് യൂണിയൻ എന്നും പറയുന്നവർക്കെതിരെ ഒരു മറുപടി അദ്ദേഹം നൽകി. അത് സദസ്സിലിരുന്നവരെല്ലാം ഇരു കൈ നീട്ടി ഇരു കയ്യടിയോടുകൂടി തന്നെയാണ് സ്വീകരിച്ചത്. ആ വാക്കുകളിലേക്ക് എല്ലാ മേഖലയിലും സ്ത്രീ സാന്നിധ്യം ഫെഫ്കയിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. ഫെഫ്ക സ്ത്രീ വിരുദ്ധമാണ് എന്നുള്ള വിമർശനം പലതവണ ഫെഫ്കയ്ക്ക് നേരെ ഉയർന്നിട്ടുണ്ട്. അവരോട് പറയാനുള്ളത്, സൈബർ സ്പേസിന്റെ സുഖശീതളമയിൽ ഇരുന്നു കൊണ്ട് സ്ത്രീവാദം പറയുന്നവരല്ല ഞങ്ങൾ. കാരവനകത്തിരുന്നു കൊണ്ട് ഫേസ്ബുക്കിലൂടെ സ്ത്രീ വിമോചന പ്രവർത്തനം നടത്തുന്നവരല്ല ഞങ്ങൾ. ഞങ്ങൾ തൊഴിലിടത്തിൽ ഇറങ്ങി ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ ആശങ്കകൾ അകറ്റുന്നവരാണ്. ഇതോടൊപ്പം തന്നെ സുരക്ഷാ പദ്ധതിയുടെ ലോഗോ പ്രകാശനവും നടന്നു. അതും ഗംഭീരമായി തന്നെ. താരസംഘടന അമ്മയുടെ പ്രസിഡന്റ് കൂടിയാണ് മോഹൻലാൽ. മോഹൻലാലിന് ഫെഫ്കയിലെ അംഗത്വം ലഭിക്കുന്നു. അത് ഒരു സിനിമ സംവിധാനം ചെയ്തു. മോഹൻലാൽ ബെറോസ് എന്ന സിനിമ സംവിധാനം ചെയ്ത് ഒരു തൊഴിലാളിയായി തന്നെ വീണ്ടും മറ്റൊരു സംഘടനയിലേക്ക് അദ്ദേഹത്തെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു ചടങ്ങ് നടന്നു. സിബി മലയിലാണ് ആ ചടങ്ങിലേക്ക് നേതൃത്വം നൽകിയത്. ഫാസിൽ രാവിലെ എത്തിയിരുന്നു. ഫാസിലാണ് നടത്തേണ്ടത്. ഫാസിലിന് അർജൻറ്റായിട്ട് പോകേണ്ടത് കൊണ്ട് മാത്രം സിബി മലയിലെ ഏൽപ്പിച്ചു. സിബി മലയിൽ അത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നിന്നും ഉള്ള മറ്റൊരാളെ വിളിച്ച് ഫെഫ്കയുടെ കാർഡ് കൈമാറുന്ന ഒരു സീൻ. പ്രിയപ്പെട്ട ശ്രീ മോഹൻലാൽ, 4 ദശാബ്ദങ്ങളിലേറെയായി തുടരുന്ന അങ്ങയുടെ അഭിനയ സബരിയയുടെ ഗരിമയെ ഒരാശംസാപത്രത്തിലെ 4 വരികളിൽ ഒതുക്കാൻ കഴിയില്ലല്ലോ. മോഹൻലാൽ എന്ന നടൻ മുൻ പാഠങ്ങളില്ലാത്ത, മുൻ മാതൃകകളില്ലാത്ത മൗലികതയാണ്. നിമിഷാർത്ഥത്തിൽ വൈകാരിക തീവ്രതയുടെ ഗിരിശൃംഗമായി ഉയർന്നുറയാനും പ്രക്ഷുബ്ധതകളെ ഉള്ളൊതുക്കുന്ന സാഗരശാന്തതയായി പരിണമിക്കാനും കഴിയുന്ന അങ്ങയുടെ നാട്യശാസ്ത്ര സാരം അഭിനയകലയുടെ വ്യാകരണങ്ങളെ അതിവർത്തിക്കുന്ന സർഗാത്മകതയുടെ ഉന്മാദമാണ്. ഇപ്പോൾ ബെറോസ് എന്ന ചിത്രത്തിലൂടെ അങ്ങ് കലാജീവിതത്തിൽ ഒരു വേഷപ്പകർച്ച നടത്തുകയാണ് സംവിധായകനായി. അങ്ങയ്ക്ക് അംഗത്വം നൽകിക്കൊണ്ട് ഞങ്ങൾ അങ്ങയെ ഞങ്ങളുടെ സംഘടനയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അങ്ങയെ ഉൾക്കൊള്ളുന്ന സംഘടനയായി മാറുന്നു എന്നത് ഞങ്ങളെ ആഹ്ലാദിപ്പിക്കുകയും അഭിമാനഭരിതരാക്കുകയും ചെയ്യുന്നു. അങ്ങ് സംവിധാനം ചെയ്യുന്ന ചിത്രം പ്രതിഭയുടെ മാന്ത്രിക സ്പർശമുള്ള ദൃശ്യാനുഭവമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പെരുകട്ടെ പെരുമ. ഇതിനുശേഷം ബി ഉണ്ണികൃഷ്ണൻ വീണ്ടും മൈക്ക് കയ്യിലെടുത്തുകൊണ്ട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. ഒന്നുമല്ല, മോഹൻലാൽ എന്ന വ്യക്തിയുടെ ഒരു ഫാൻസ് ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നു. അന്ന് ലാലേട്ടൻ പറഞ്ഞൊരു കാര്യം ഓർത്തെടുത്തു, എനിക്കെൻ്റെ പിള്ളേരുണ്ടടാ എന്ന്. അത് കടമെടുത്തുകൊണ്ട് തന്നെ ഫെഫ്കയിലെ ബി ഉണ്ണികൃഷ്ണൻ ഒരു വാചകം പറഞ്ഞു, എനിക്കിനി എൻ്റെ സംഘടന ഉണ്ടടാ എന്ന് പറയാൻ ആർജവം വേണമെന്ന് മോഹൻലാലിനോട് പറഞ്ഞപ്പോൾ മോഹൻലാൽ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അങ്ങ് ഞങ്ങളുടെ ഭാഗമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോൾ തോന്നിയൊരു കാര്യം, അങ്ങ് ഈയിടെ അങ്ങയുടെ ആരാധകരെ കണ്ടപ്പോൾ അങ്ങ് അവരോട് പറയുകയുണ്ടായി, എന്തെങ്കിലും പ്രശ്നമോ പ്രതിസന്ധിയോ ഉണ്ടായാൽ ഞാൻ മനസ്സിൽ പറയും, എനിക്കെൻ്റെ പിള്ളേരുണ്ടടാ എന്ന്. അപ്പോൾ ഞങ്ങളുടെ ഒരു ആഗ്രഹം, അങ്ങ് അമ്മയുടെ പ്രസിഡന്റാണ് എന്നറിയാം, അങ്ങയുടെ ഈ അഭിനയ ജീവിതത്തിലോ ഈ വ്യവസായത്തിലെ അങ്ങയുടെ സ്ഥാനത്തിലോ ഒരു പ്രതിസന്ധിയും ഉണ്ടാവാൻ ഒരു സാധ്യത പോലുമില്ല. എങ്കിൽ പോലും എന്തെങ്കിലും അങ്ങയ്ക്ക് മാനസികമായോ തൊഴിൽപരമായോ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അങ്ങയ്ക്ക് പറയാൻ കഴിയണം, എനിക്കെൻ്റെ സംഘടനയുണ്ടടാ ഫെഫ്ക. വെൽക്കം. പിന്നീട് അവിടെ എത്തിയ താരങ്ങളെല്ലാം
ആശംസകളുമായി സ്റ്റേജിലേക്ക് കയറി. എല്ലാവരും എല്ലാം നല്ല നല്ല വാക്കുകൾ മാത്രമായിരുന്നു ഇവരെല്ലാം നൽകിയത്. ഇതോടൊപ്പം തന്നെ ഫെഫ്കയിൽ പുതിയതായി അംഗത്വം എടുത്തവർക്കുള്ള അംഗത്വ കാർഡ് നൽകി അവരെയും ആദരിക്കുന്ന ചടങ്ങിലേക്ക് പോയി. ഫെഫ്കയ്ക്ക് വേണ്ടി നേതൃത്വം നൽകിയ എല്ലാവരും വളരെയധികം സന്തോഷമായിരുന്നു. ഇത് ഞാൻ പറയാനുള്ള കാരണം ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോഴും മണിക്കൂറോളം നീണ്ട നിരയിൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഈ തൊഴിലാളികളെല്ലാം അവിടെ ഇരിപ്പിടത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമായിരുന്നു. പിന്നീട് അവസാനമായുള്ള വാക്ക് ഏറ്റവും ശ്രദ്ധേയമായിരുന്നു. അവസാനം പരസ്പരം എല്ലാവരും ഇനിയും നമുക്ക് ഒത്തുചേരണം, ഇനിയും കാണാമെന്ന് ആലിംഗനം ചെയ്ത് പിരിയുമ്പോൾ അവരുടെ മനസ്സിൽ സന്തോഷവും അതോടൊപ്പം തന്നെ ചെറിയൊരു സങ്കടവും ഉണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഇങ്ങനെ ഒരു ഒത്തുകൂടൽ ഒരിക്കലും അവർ പ്രതീക്ഷിതമായിരുന്നില്ല. അത് വലിയൊരു ഒത്തുകൂടലിൻ്റെ സന്തോഷ കണ്ണീര് വരെ അവരിൽ നിന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അവസാന വാക്കുകളായി ബി ഉണ്ണികൃഷ്ണനും സിബി മലയിലും, ഇതിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ സിബി മലയിലും, സെക്രട്ടറി എന്ന നിലയിൽ ഉണ്ണികൃഷ്ണനും അതോടൊപ്പം തന്നെ രഞ്ജേട്ടനും ഉൾപ്പെടെയുള്ളവർ പറയുന്ന വാക്കുകൾ ഇപ്രകാരമായിരുന്നു. വലിയ സന്തോഷം, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ എല്ലാം നന്നായി. അതാണ് തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. വലിയൊരു ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയാണ് ഈ ഫെഫ്കയുടെ ഈ ഒരു ആരോഗ്യ സുരക്ഷാ പദ്ധതി. അഭിമാനം തോന്നുന്നു, സന്തോഷം തോന്നുന്നു. എല്ലാവരും ഒരുമിക്കുന്ന ഇത്തരം അപൂർവ സന്ദർഭങ്ങൾ. എന്തായാലും ഏറ്റവും ശ്രദ്ധ ആകർഷിച്ച ഒരു പരിപാടിയായിരുന്നു ഫെഫ്കയുടെ ഈ തൊഴിലാളി സംഗമം എന്ന കാര്യത്തിൽ സംശയമില്ല. മാർച്ച് 27 എന്നത് തങ്ക ലിപിയാൽ ആലേഖനം ചെയ്യേണ്ട ഒരു ദിവസമാവുന്നു തൊഴിലാളി സംഘടനയ്ക്ക്. ഇത്തരം തൊഴിലാളി സംഘടനകൾ ഒരിക്കലും ഒരിടത്തും ഉണ്ടായിട്ടില്ല എന്ന് കമൽഹാസൻ പറഞ്ഞ വാക്കുകളും നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അവിടെ എത്താൻ കഴിയാത്ത കമൽഹാസൻ ആശംസ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയൊരു പ്രോഗ്രാമായി തന്നെ ഇത് അവസാനിച്ചു. എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെയാണ് അവിടെ നിന്ന് യാത്ര പറഞ്ഞു പിരിഞ്ഞതും. ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും ഈ സംഘടനയിൽ നിന്നും ഉണ്ടാകണമെന്ന് നമ്മളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഫെഫ്ക എന്ന സംഘടനയ്ക്ക് ബിഗ് സല്യൂട്ട്. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. Oxygen, the cooling expert.